വിമാന ദുരന്തങ്ങൾ പലപ്പോഴും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, നിയമലംഘനം മൂലം വരുത്തിവെക്കുന്നതാണെന്ന കണ്ടെത്തലാണ് യുവ അഭിഭാഷകന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് പ്രചോദനം. 2010 158 പേർ മരിക്കാനിടയായ മംഗലാപുരം വിമാന ദുരന്തം വിമാനത്താവള അധികൃതരുടെയും വിമാന കമ്പനിയുടെയും അനാസ്ഥ കൊണ്ടും ചട്ടങ്ങൾ മറികടന്നതുകൊണ്ടും സംഭവിച്ചതാണെന്ന് യശ്വന്ത് ഷേണായ് സമർത്ഥിക്കുന്നു. ഈ എയർപോർട്ടിന്റെ എൻഡില് ILS റഡാർ റൺവേന്റെ ലെങ്ത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 2 നില കെട്ടിടം പോലെ കെട്ടി. സോ ദ ഫ്ലൈറ്റ് ഹിറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ബിൽഡിംഗ്, കോട്ട് ഫയർ, ആൻഡ് ആ ഫയറിലാണ് 158 ലൈഫ്സ് വെയർ ലോസ്റ്റ്. ആ ബിൽഡിംഗ് ഇല്ലായിരുന്നെങ്കിൽ കൂടി വന്ന ഒരു 20 50 ആൾക്കാർ മരിക്കുമായിരുന്നു. എനി ഇൻ വിച്ച് എവർ വേ യു സി ഒരു 100 ലൈഫ്സ് കുഡ് ഹാവ് ബീൻ സേവ്ഡ് ഇൻ ദാറ്റ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ്. അവിടെ നിന്നായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാനിപ്പം കേരള ഹൈക്കോർട്ടിൽ, കർണാടക ഹൈക്കോർട്ടിൽ, സുപ്രീം കോർട്ടിലും ബോംബെ ഹൈക്കോർട്ടിലും എൻ്റെ കേസസ് ഞാൻ ഇട്ടു ഓൺ ഏവിയേഷൻ സേഫ്റ്റി. എല്ലാ നിയമങ്ങളും മറികടന്ന് മുംബൈ വിമാനത്താവളത്തിനു ചുറ്റും കെട്ടിപ്പൊക്കിയ ബഹുനില കെട്ടിടങ്ങളും ആയിരങ്ങളുടെ ജീവൻ കവർന്നേക്കാമെന്ന തിരിച്ചറിവിലാണ് ബോംബെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഫലമായി വിമാനപാതയ്ക്ക് ഭീഷണിയായ 427 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുകയോ ഉയരം കുറയ്ക്കുകയോ ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 2 മാസത്തിനകം നടപടി പൂർത്തിയാക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിനോടും ബന്ധപ്പെട്ട ഭരണ നിർവഹണ അതോറിറ്റികളോടും ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. എവരിബഡി ഷുഡ് ബി ടേക്കിംഗ് കെയർ ഓഫ് സേഫ്റ്റി. ഈ ബിൽഡിംഗ്സ് ഇത്രയുണ്ട്, ഇത് ഡിമോളിഷ് ചെയ്യണമെന്ന് പറയുമ്പം എയർപോർട്ട് അതോറിറ്റി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവര് ഒരു സ്റ്റേ ഓർഡർ ഉണ്ടായിരുന്നു ന്യൂ ബിൽഡിംഗ്സും മുകളിൽ വരാൻ. അപ്പം കോടതി അതിൽ സ്റ്റേ ഓർഡർ ഇട്ടുണ്ടായിരുന്നു. AI ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ റിമൂവിംഗ് ദ സ്റ്റേ ഓർഡർ ദാൻ ഡിമോളിഷിംഗ് ദ ബിൽഡിംഗ്സ്. കോടതി ഉത്തരവിട്ടതിൽ മിക്കവയും പാർപ്പിട സമുച്ചയങ്ങൾ. മുംബൈ ഛത്രപതി ശിവാജി രാജ്യാന്തര വിമാനത്താവളത്തിനു പുറമെ നവി മുംബൈയിൽ പുതിയതായി നിർമ്മിക്കുന്ന വിമാനത്താവളത്തിനു ചുറ്റും ഇതുപോലെ പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട്. അപകട സാധ്യതയെക്കുറിച്ച് ബോധ്യമില്ലാത്തതിനാൽ വിമാനത്താവളത്തിനടുത്ത് വീടുണ്ടാകണം എന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്നാണ് യശ്വന്ത് ഷേണായിയുടെ അഭിപ്രായം. നമ്മൾ ഈ കാർ ഓടിക്കുന്ന പോലെ വി കാൺ സീ ദ ഹൈവേ. എയർക്രാഫ്റ്റിലിരിക്കുമ്പോൾ കോക്പിറ്റ് നിന്ന് പുറത്ത് കാണണമെന്നില്ല. ഇല്ലെങ്കിൽ പുറത്ത് ഈ ഒരു ക്ലൗഡ് കഴിഞ്ഞിട്ട് വെൻ യു കം ഔട്ട് ഒരു ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ പൈലറ്റ് കനോട്ട് ഡു എനിത്തിങ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. സോ ഇറ്റ് ഈസ് വെരി സീരിയസ് ആൻഡ് ദെർഫോർ DGCA ലൈസൻസ് കൊടുക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ അവർ കൊടുത്തു. മറ്റു വിദഗ്ധരായ അഭിഭാഷകർ ലക്ഷങ്ങൾ ഫീസ് വാങ്ങി വാദിക്കുമ്പോൾ ഇതുൾപ്പെടെയുള്ള വ്യോമയാന രംഗത്തെ കേസുകൾക്കായി 30 ലക്ഷത്തോളം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇതുവരെ ചെലവിട്ടതായി യശ്വന്ത് ഷേണായ് പറയുന്നു. ലക്ഷ്യം ഒന്നുമാത്രം, വിലപ്പെട്ട ജീവൻ രക്ഷിക്കുക. കെട്ടിട നിർമ്മാതാക്കൾ സ്വന്തം ജീവനുയർത്തുന്ന ഭീഷണി പോലും വകവെക്കാതെയാണ് യശ്വന്ത് ഷേണായ് കേസുകളുമായി മുന്നോട്ടു പോകുന്നത്. ഇത് ഇത്രയും ഒഫീഷ്യൽസ് ഇൻവോൾവ് ആയിട്ട് ഇത്രയും ഒരു റിംഗ് ആണ്. ഞാൻ ഹൈക്കോടതിയിൽ ഇട്ട എഫിഡവിറ്റിൽ ഞാൻ പറയുന്നു, ദിസ് ഈസ് ഓർഗനൈസ്ഡ് ക്രൈം. ഓർഗനൈസ്ഡ് ക്രൈം അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഇതിനെക്കാട്ടും വേഴ്സ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് കറപ്ഷൻ, ഈ കറപ്ഷൻ യു കനോട്ട് സേ ഗുഡ് കറപ്ഷൻ ആൻഡ് ബാഡ് കറപ്ഷൻ, ബട്ട് ദിസ് കറപ്ഷൻ വിൽ കിൽ. ദിസ് കറപ്ഷൻ വിൽ ടേക്ക് അവേ പീപ്പിൾസ് ലൈഫ്. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.